എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് മാത്രം കിട്ടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഒന്നാമത്തെ ഫയലായ ഇല തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് മാത്രം കിട്ടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് സൗമ്യമായി നിങ്ങളെ പ്രണയിക്കുന്നു, സൗമ്യമായി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. യാതൊരു തരത്തിലുള്ള വാശിയോ അല്ലെങ്കിൽ ആജ്ഞ സ്വഭാവമോ ഒന്നും ആ വ്യക്തിക്കില്ല. സൗമ്യതയുള്ള സ്ത്രീയായോ പുരുഷനായോ ആ വ്യക്തി പെരുമാറുന്നു, സൗമ്യതയോടുകൂടി ജീവിക്കുന്നു. യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും ആ വ്യക്തി ഉയർത്തുന്നില്ല. യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും ഉയർത്താതെ നിങ്ങളോടൊപ്പം സൗമ്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമൂഹത്തോട് തന്നെ, ഈ ലോകത്തോട് തന്നെ സൗമ്യമായ ഒരു നിലപാടോടുകൂടിയാണ് ആ വ്യക്തി എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ സൗമ്യത ആ വ്യക്തിക്ക് വലിയ തരത്തിലുള്ളൊരു പ്രചോദനമാണ്, വലിയ തരത്തിലുള്ളൊരു ശക്തിയാണ്. എന്നെന്നും സൗമ്യതയോടെ നിലനിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. അവകാശവാദങ്ങൾ തീരെ ഉന്നയിക്കാറില്ല. നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളോടൊത്ത് സൗമ്യഭാവനയോട് ജീവിക്കുന്നു. ഒരു കാര്യത്തിലും ആ വ്യക്തി വാശിയോ വൈരാഗ്യമോ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോ കാണിക്കാറില്ല. എല്ലാം നിങ്ങൾക്കർപ്പിച്ച് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു വ്യക്തിയാണ്. ഒന്നും നേടിയെടുക്കണമെന്നും തരണമെന്നും ലഭിച്ചേ തീരൂ എന്നുള്ള ഒരു അവകാശവാദങ്ങൾ ഒരിക്കലും ഉന്നയിക്കാതെ സൗമ്യമായി മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ്. കാരണം ആ വ്യക്തി ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു സംഗതി എന്ന് പറയുന്നത് അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുക, നിങ്ങളെ ദുരിതത്തിലാക്കുക, അതൊന്നും ആ വ്യക്തിയുടെ മനസ്സിലില്ല. പാരമ്പര്യ മൂല്യങ്ങളോടും പ്രകൃതിയോടും മണ്ണിനോടും മനുഷ്യത്വത്തോടൊക്കെ പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാണ്. ഒന്നും തട്ടിയെടുക്കാൻ ആ വ്യക്തിക്ക് അറിയില്ല. ഒന്നും മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ അറിയില്ല. തൻ്റെ കയ്യിലുള്ളത് തന്നെ മറ്റുള്ളവർ കൊണ്ടുപോയാൽ അതിനെ കൃത്യമായി നേരിടാൻ ഒന്നും വശമില്ലാതെ സൗമ്യതയോടെ ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂല്യങ്ങൾക്ക് അനുസൃതമായി നീങ്ങിക്കൊണ്ടാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ പോലും അന്യായമായ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുകയോ അന്യായമായ ഒരു കാര്യം നടപ്പിലാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നെന്നും നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ഒരിക്കലും തെറ്റായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനോ തെറ്റായ ഇഷ്ടം നടത്തിയെടുക്കുന്നതിനോ ഒന്നും ശ്രമിക്കാറില്ല. ജീവിതത്തിൽ എപ്പോഴും കൃത്യതയോടെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവരോട് 100% പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മറ്റാരെയും സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾ ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കണമെന്നും ആ വ്യക്തിയെ മാത്രം ഇഷ്ടപ്പെടണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അല്ലാതെ മറ്റുള്ളവർക്കൊപ്പം നിങ്ങൾ സ്നേഹിക്കുമ്പോഴോ ആ വ്യക്തിക്കൊപ്പം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴോ ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. വലിയ തരത്തിലുള്ള സ്നേഹവും നന്മയും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ഒന്നും അടിച്ചേൽപ്പിക്കാറില്ല. തൻ്റെ വ്യക്തിയുടെ ഇഷ്ടാനുസരിച്ച് മാത്രമേ ജീവിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിലങ്ങുതടിയാകില്ല. നിങ്ങളെ സൗമ്യമായി സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ഒറ്റ കാര്യമുള്ളൂ, ആ വ്യക്തിക്കൊപ്പം മറ്റാരെയും സ്നേഹിക്കുന്നത് ഇഷ്ടമില്ല. പലപ്പോഴും അത് തുറന്നു പറയണമെന്നില്ല, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അത് എപ്പോഴും ഉണ്ടാവും. ഈ പിണക്കങ്ങളൊക്കെ ഇടയ്ക്ക് കാണിക്കും, പക്ഷേ ആ പിണക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ആ പിണക്കം എന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല, പക്ഷെ ആ പിണക്കം ഇതിനൊക്കെ ആയിട്ടുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള ഒരു ഇഷ്ടമാണ്. നിങ്ങൾ മറ്റാരെങ്കിലും സ്നേഹിച്ചാൽ അതിനുള്ള പരിഭവവും ആ മനസ്സിലുണ്ടാവും. രണ്ടാമത്തെ റോസാപുഷ്പം പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. നിങ്ങളുടെ സ്നേഹം മറ്റാരെങ്കിലും അടുത്തേക്ക് പോകുന്നതിന് നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം മറ്റാരെങ്കിലും സ്നേഹിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. വൈകാരികമായി പോലും അതിന് പ്രതികരിച്ചേക്കാം. നിങ്ങളെ വൈകാരിക തലത്തിലൂടെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ആഴത്തിലൂടെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്.
നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുനിഞ്ഞപ്പോൾ, നിങ്ങളെ സ്നേഹിക്കാൻ തുനിഞ്ഞപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങളുടെ സ്നേഹം അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങളും ആ വ്യക്തിയും ജീവിതത്തിൽ പ്രണയവുമായി മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് വെറുതെ ഉണ്ടായ ഒരു ഇഷ്ടമല്ല, ജീവൻ കൊടുത്ത് നിങ്ങളെ സ്വന്തമാക്കിയതാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രണയിച്ചതാണ്. നിങ്ങളുടെ പ്രണയത്തെ എതിർക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ പല്ലും നഖവും ഉപയോഗിച്ച് നിങ്ങൾ ഒന്നാകുന്നതും, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതും, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതും എതിർത്തിരുന്നു, ഇപ്പോഴും എതിർക്കുന്നു. അവരുടെയൊക്കെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട്, എതിർപ്പുകളെയൊക്കെ തട്ടിയെറിഞ്ഞുകൊണ്ടുമാണ് നിങ്ങൾ ഒരുമിച്ച് വന്നത്. ആ ഒരുമിച്ച് വന്നത് അപ്രകാരമായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളിൽ രക്തം ഒഴുകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം വളരെ ഡീപ്പായിട്ടുള്ളതാണ്, ആഴത്തിലുള്ളതാണ്. വളരെ ആഴത്തിൽ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് സാധിച്ചതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായി. ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കുറേ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അത് കാണാൻ സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇത്തരം നല്ല ഘടകങ്ങൾ, ആഴത്തിലുള്ള ഇഷ്ടം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ ദൃഢപ്പെടുത്തി, നിങ്ങളുടെ ബന്ധത്തെ ദൃഢപ്പെടുത്തി. ഇപ്പോഴും ഏറ്റവും സംശുദ്ധമായ പ്രണയാർദ്രമായ ഒരു ജീവിതമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് പുത്തരിയല്ല. ഒരുപാട് സംഭവവികാസങ്ങളിലൂടെ കഴിഞ്ഞ് വന്നവരാണ്, ഒരുപാട് സംഭവവികാസങ്ങളിലൂടെ കടന്നുപോയവരാണ്. ജീവിതത്തിൽ അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അനുഭവിച്ചു. ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ്. മറ്റുള്ളവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല. കാരണം ആ വ്യക്തിയുടെ സ്നേഹം വളരെ ആഴത്തിലുള്ളതും ആ വ്യക്തി നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ സ്നേഹിക്കുകയല്ലാതെ മറ്റ് വഴിയില്ല, മറ്റൊന്നും അറിയില്ല. മാത്രമല്ല ആഴത്തിൽ ആത്മാർത്ഥതയോടുകൂടിയുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന് വേണ്ടി ജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് മറ്റു പലരോടും ശത്രുതയിലായി, മറ്റു പലരോടും ഉള്ള ബന്ധങ്ങൾ വഷളായി, മറ്റു പലതും നഷ്ടപ്പെട്ടു. കരിയറിൽ ഒരുപക്ഷെ മാറ്റങ്ങളും മറിച്ചലുകളും ഉണ്ടായി. എല്ലാം ആ പ്രണയത്തിനും ആത്മാർത്ഥമായ സമീപനങ്ങൾക്കും വേണ്ടിയാണ്. അപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചു പോയ നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോയ കരണം മറിച്ചലുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരു വശത്തുള്ളപ്പോൾ നിങ്ങൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നത് ഒട്ടും സഹിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, ഹൃദയം തൊട്ട ഇഷ്ടമാണ്. പക്ഷേ മറ്റുള്ളവരോ നിങ്ങളെ സ്നേഹിക്കുന്നതൊന്നും ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് ആ വ്യക്തിയുടെ തെറ്റല്ല, ആ ആത്മാർത്ഥതയുടെ ഒരു ഭാവമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.